ഒരു മിനിറ്റ് ഞാനൊരു എവിഡൻസ് ആദ്യം കാണിച്ചിട്ട് പറയാം. നോക്കൂ, ഇത് എല്ലാവരുടെയും പ്രിയപ്പെട്ട സീമാവിനീതാണ്. സീമാവിനീതാണ് ഈ സർജറി ചെയ്തു കളഞ്ഞു എന്ന് പറയുന്നത്, കുട്ടികൾ ഉണ്ടാക്കി എന്ന് പറയുന്ന സാധനം സർജറിന് ശേഷം അവർക്ക് ഈ പരിപാടിയെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഇവരെ ആ ഒരു സമയത്ത് ചേർത്ത് പിടിച്ചു, ഇവർ ഇതിനും ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിച്ചതിന് ശേഷം ഇപ്പോഴാണ് സീമയ്ക്ക് അതൊരു ബുദ്ധിമുട്ടായെന്ന് പറയുന്നത്. അത് ബുദ്ധിമുട്ടായത് എന്തുകൊണ്ടാണ്? അവർ തമ്മിൽ പിണങ്ങിയത് കൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്കത് പറയാൻ യോഗ്യതയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിൽക്കുന്ന സീമ ചേച്ചിയാണല്ലോ, ഉണ്ടല്ലോ, ആ നിൽക്കുന്ന ചേച്ചിയാണല്ലോ. അപ്പൊ ഈ ചേച്ചി ഈ പറയുന്ന സർജറി എല്ലാം ചെയ്തോളൂ. ഇപ്പൊ കുട്ടികൾ ഉണ്ടാക്കി ഇത്ര സങ്കടമുള്ളവരാണ് ആ ചേച്ചിനോട്, ഈ പറയുന്ന പെണ്ണോടൊക്കെ ഇത്ര സങ്കടം എന്തിനാണ്? ഈ സംഭവം സർജറിന് ശേഷമുള്ള ഈ കാര്യങ്ങൾക്ക് എന്തിനു കൂട്ടു നിന്നു? അപ്പോഴൊന്നും അറിയില്ലായിരുന്നോ? ഇവരില്ല. ഈ അമയ പ്രസാദ് എന്ന് പറയുന്ന ലോകത്തോട് എല്ലായിടത്തും വിളിച്ചു പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഞാൻ സർജറി ചെയ്യുന്ന മുമ്പ് കല്യാണം കഴിച്ചാണ് കുട്ടി ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അവർക്ക് അറിയാമായിരുന്നു. ഇവർ തമ്മിൽ ഒരു ചെറിയ പിണക്കുണ്ട്. ആ പിണക്കം എന്താണെന്ന് അമയപ്രസാദ് വന്ന് പറഞ്ഞോളും. എനിക്കത് പറയാൻ പറ്റത്തില്ല, അതൊരാൾ പേഴ്സണൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനുശേഷം ഇവരെ ഒരു കാരണം ഇങ്ങനെ കണ്ടെത്തിയാൽ ബിഗ് ബോസിന്റെ സീസണായി, ഇനി എന്തൊരു കണ്ടന്റ് വേണം? ഇവരുടെ ഭാര്യയുടെ ഭർത്താവിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ആർക്കും ഒന്ന് റീച്ച് ആവുന്നു. ഇവർക്കിടെ തെറി കേട്ടോണ്ടേയിരിക്കുന്നു. അപ്പൊ തെറി കേൾക്കാതിരിക്കാതെ